ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസേർഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ആണെന്നുണ്ടെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ഈ അസേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അസേർഷൻ എന്ന് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ നോക്കാം. ആൻഡ് എക്സാമിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റൻസ് തന്നിട്ട് ഇത് ഏത് തരത്തിലുള്ള അസേർഷൻ ആണ് എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യനിൽ വരുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ നോക്കാം. അതിന് മുന്നേ ആയിട്ട് അസേർഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അസേർഷൻ എന്താണെന്ന് നമുക്ക് നോക്കി കഴിഞ്ഞിട്ട് അതിലെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പാസ്റ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ MTP RTPയിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് രണ്ടെണ്ണം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് അസേർഷൻസ് നമുക്ക് നോക്കാം. അസേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റെപ്രസെന്റേഷൻ വിച്ച് ഇസ് ഗിവൺ ബൈ ദി മാനേജ്മെന്റ് നമുക്ക് തരുന്ന ഒരു റെപ്രസെന്റേഷൻ ആണ് എന്ത്, ഈ അസേർഷൻ. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്, ഒരു അസേർഷൻ ആണ്. ആ അസേർഷൻ ലെവൽ ചെക്കിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. മൂന്ന് തരത്തിലുള്ള അസേർഷൻ ലെവൽ ചെക്കിംഗ് അല്ലെങ്കിൽ അസേർഷൻസ് ആണുള്ളത്. ഒന്ന് P&L ഐറ്റത്തിനും ബാലൻസ് ഷീറ്റിനും പ്രസന്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷറിനെ ബേസ് ചെയ്തിട്ട്. അതുപോലെ പ്രസന്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ എന്ന് പറയുന്ന ആസ്പെക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് P&L ഐറ്റവും ബാലൻസ് ഷീറ്റ് ഐറ്റവും ക്ലബ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഐറ്റമാണ് എന്ത്, പ്രസന്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ അസേർഷനിൽ വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇത് എന്നുള്ളത് നമുക്ക് നോക്കാം. P&L ഐറ്റത്തിൽ നമ്മൾ ഒക്കറൻസ് എന്ന് പറയുന്ന ഒരു ടേം ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ആക്ച്വലി ഒക്കർ ചെയ്തിട്ടുണ്ടോ ആൻഡ് ആ ട്രാൻസാക്ഷൻ എൻറ്റിറ്റിയുടെ തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. പക്ഷെ ഒരു ബാലൻസ് ഷീറ്റ് ഐറ്റം, ഫോർ എക്സാമ്പിൾ ബിൽഡിംഗ് ഒക്കർ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ പറയത്തില്ല, നമ്മൾ ബിൽഡിംഗ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് പറയുന്നത്. സോ വി യൂസ് ദി അസേർഷൻ ടേം ആസ് എക്സിസ്റ്റൻസ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഐറ്റം ഉണ്ടോ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് P&L ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ ആൻഡ് ഇവന്റ്സ് അത് ഒക്കർ ചെയ്തിട്ടുണ്ടോ നോക്കുന്നു, ഒക്കറൻസ് എന്ന അസേർഷൻ യൂസ് ചെയ്യും. ബാലൻസ് ഷീറ്റ് ഐറ്റം ആണ് ബിൽഡിംഗ് എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ആൻഡ് ഒക്കറൻസിനകത്ത് അത് എൻറ്റിറ്റിയുടെ തന്നെയാണോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നു. P&L ഐറ്റം ആയിട്ട് ബാലൻസ് ഷീറ്റ് ഐറ്റമിൽ നമ്മൾ അത് എൻറ്റിറ്റിയുടെ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തുന്നതിന് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, എൻറ്റിറ്റിയുടെ റൈറ്റ് ആണോ ആ പർട്ടിക്കുലർ അസെറ്റ്, എൻറ്റിറ്റിയുടെ ഒബ്ലിഗേഷൻ ആണോ ആ പർട്ടിക്കുലർ ലയബിലിറ്റി. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പർട്ടിക്കുലർ കൊടുക്കാനുണ്ട്. പിന്നെ വരുന്നത് കംപ്ലീറ്റ്നെസ് ആണ്. രണ്ട് ഏരിയാസിലും P&L ഐറ്റത്തിനും അതേപോലെ ബാലൻസ് ഷീറ്റ് ഐറ്റമിനും വരുന്നതാണ് കംപ്ലീറ്റ്നെസ്. കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ, ഏതൊരു പർട്ടിക്കുലർ അസെറ്റ് ആയിക്കോട്ടെ, ലൈബിലിറ്റി ആയിക്കോട്ടെ, അത് കംപ്ലീറ്റ്ലി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 100 എംപ്ലോയീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 100 എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 90 എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല. അസെറ്റ് 100 എണ്ണം ഉണ്ട്, പക്ഷെ 95 എണ്ണമേ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിനർത്ഥം. പിന്നെ വരുന്നതാണ് അക്യുറസി ഇൻ P&L ഐറ്റം. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഐറ്റം, ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ പറഞ്ഞു എംപ്ലോയി 100 പേരുടെ ഡീറ്റെയിൽസ് അവർ റെക്കോർഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ അവർ 100 പേരുടെ എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 10,000 രൂപയാണ് സാലറി, അവര് അക്കൗണ്ട് ചെയ്തേക്കുന്നത് 11,000 രൂപയ്ക്കാണ്, അല്ലെങ്കിൽ 9,000 രൂപയ്ക്കാണ് അവർ അക്കൗണ്ട് ചെയ്തേക്കുന്നത്. അപ്പം അക്യുറേറ്റ് ആയിട്ടല്ല അവർ റെക്കോർഡ് ചെയ്തേക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് 100 എംപ്ലോയീസിന്റെയും സാലറി അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അക്യുറേറ്റ് അല്ല, തെറ്റായിട്ടാണ് അവർ അക്കൗണ്ട് ചെയ്തേക്കുന്നത്. നമുക്ക് P&L ഐറ്റത്തിന് അക്യുറസി എന്ന ടേം യൂസ് ചെയ്യാം, പക്ഷെ ബാലൻസ് ഷീറ്റ് ഐറ്റമിന് അക്യുറസി എന്ന ടേം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ടേം യൂസ് ചെയ്യണം. കാരണം ബാലൻസ് ഷീറ്റ് ഐറ്റം വിൽ നോട്ട് ബി അക്യുറേറ്റ്, ഇറ്റ് വിൽ ബി എക്സാക്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബിൽഡിങ്ങിന്റെ വാല്യൂ 1 ലക്ഷം എന്ന് പറഞ്ഞാൽ 1 ലക്ഷമാണ്. ഓക്കെ, ഡിപ്രിസിയേഷൻ 10% കുറച്ചിട്ട് നമുക്ക് എത്ര വരണം, 90,000 എക്സാക്ട്ലി വന്നിരിക്കണം. ഓക്കെ, അപ്പം വാല്യുവേഷൻ ആസ്പെക്ട് പ്രോപ്പർ ആണോ, ചിലപ്പോൾ ചേഞ്ച് വരാം. രജിസ്റ്റേർഡ് വാല്യൂസിനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, അസറ്റിന്റെ വാല്യൂ ഒക്കെ റീവാല്യുവേഷൻ ഒക്കെ ചെയ്ത് വരാം. സോ വാല്യുവേഷൻ പ്രോപ്പർ ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് ഷീറ്റ് ഐറ്റത്തിന്റെ ബേസിൽ നമ്മൾ ചെക്ക് ചെയ്യും. P&L ഐറ്റത്തിൽ അടുത്ത് വരുന്നതാണ് കട്ട് ഓഫ് എന്ന് പറയുന്ന ആസ്പെക്ട്. വേറൊന്നുമല്ല, അതാത് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ആ കറണ്ട് പീരീഡിലെ ആ അക്കൗണ്ടിങ് പീരീഡിലെ ട്രാൻസാക്ഷൻസ് ആ വർഷം തന്നെ അക്കൗണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. അതുപോലെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ആസ്പെക്ട് റെക്കോർഡഡ് പ്രോപ്പർ അക്കൗണ്ട്സിലേക്ക് എന്ത് ചെയ്യണം, ട്രാൻസാക്ഷൻ ഇവന്റ്സ് എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ആസ്പെക്ട് ആണ് പ്രസന്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ അസേർഷൻ. പ്രസന്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ അസേർഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ P&L ഐറ്റം ആൻഡ് ഈ ബാലൻസ് ഷീറ്റ് ഐറ്റം അസേർഷൻ ഇത് രണ്ടും കമ്പൈൻ ചെയ്യുന്നതാണ് എന്ത്, പ്രസന്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ അസേർഷൻ. ഇതിൽ ഒക്കറൻസ് ആൻഡ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ. ഒക്കറൻസ് എന്ന് പറയുമ്പോൾ തന്നെ ട്രാൻസാക്ഷൻ ഇവന്റ്സ് എല്ലാം ഒക്കർ ചെയ്തിട്ടുണ്ടെന്നും അതുപോലെ അത് എൻറ്റിറ്റിയുടെ തന്നെ ആണെന്ന് ഉറപ്പുവരുത്തണം. രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പം അതെല്ലാം പ്രോപ്പർലി എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. പ്രസന്റേഷൻ ഡിസ്ക്ലോഷർ ആസ്പെക്ട് ആണ്. അതുപോലെ കംപ്ലീറ്റ്നെസ്, എല്ലാ ഡിസ്ക്ലോഷേഴ്സും എന്ത് ചെയ്തിട്ടുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ക്ലാസിഫിക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡബിലിറ്റി, നമുക്കറിയാം എന്താണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം എന്ത് ചെയ്യണം, ഷെഡ്യൂൾ 3 പ്രകാരം, കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ 3 പ്രകാരം പ്രിപ്പയർ ചെയ്യണം. സോ അപ്രോപ്രിയേറ്റ് ആയിട്ട് അവരുടെ റെലവെന്റ് ആയിട്ടുള്ള
ലോസ് അല്ലെങ്കിൽ ആ പ്രസന്റേഷൻ ആസ്പെക്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രസന്റ് ചെയ്തേക്കുന്നത് ഉറപ്പുവരുത്തുക. അക്യുറസി ആൻഡ് വാല്യുവേഷൻ, ഡിസ്ക്ലോഷർ എമൗണ്ട്സ് എല്ലാം അപ്രോപ്രിയേറ്റ് ആണ്, അല്ലെങ്കിൽ അക്യുറേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ആക്ച്വൽ എമൗണ്ട്സ് ആണ് എന്ന് എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. ഇതാണ് അസേർഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അസേർഷൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വേരിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം അത് മനസ്സിലാക്കി എടുക്കേണ്ടത്, ഏത് അസേർഷൻ ആണ് എന്നുള്ളത്. ഇപ്പൊ നമ്മളിപ്പം പറഞ്ഞ ആ പോയിന്റ്സ് തന്നെ യൂട്ടിലൈസ് ചെയ്താൽ മതി. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇത് MTP1 January 25 അറ്റംപ്റ്റിൽ MTP1 ക്വസ്റ്റ്യൻ ആണ്. അതില് ക്വസ്റ്റ്യൻ നമ്പർ 2 നമുക്ക് നോക്കാം. Which assertions are being verified by J for correctness of recording of sales on the basis of invoices, including adjustment of in discounts and tedious adjustments for employee benefit expenses respectively? Simple ആണ്, മനസ്സിലാക്കി വെക്കുക. എന്താണ് അസേർഷൻ, ഏതാണെന്നാണ് ചോദിക്കുന്നത്. എന്തിന്റെ അസേർഷൻ? ഫോർ കറക്റ്റ്നെസ് ഓഫ് റെക്കോർഡിംഗ് ഓഫ് സെയിൽ. ആ സെയിൽ റെക്കോർഡ് ചെയ്തത്, ഇൻവോയ്സ് ബേസിൽ സെയിൽ റെക്കോർഡ് ചെയ്തതിന്റെ കറക്റ്റ്നെസ് ആണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പം ഫുള്ളി റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നല്ല, റെക്കോർഡ് ചെയ്ത സെയിൽസ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കൺഫ്യൂഷൻ വരും. എന്താണ് കറക്റ്റ്നെസ് ഓഫ് റെക്കോർഡിംഗ് ഓഫ് സെയിൽ, അപ്പം കംപ്ലീറ്റ്നെസ് ആണോ അക്യുറസി ആണോ P&L ഐറ്റം ആണ്. സോ അത് അങ്ങനെ ചിന്തിക്കാം. എന്താണ് കംപ്ലീറ്റ്നെസ് ആണോ അതോ അക്യുറസി? അക്യുറസി അല്ലെങ്കിൽ ഇവിടെ യൂസ് ചെയ്ത ടേം വേറെ, മെഷർമെന്റ് എന്നാണ്. ഓക്കെ, സോ അക്യുറസി ആണോ അതോ കംപ്ലീറ്റ്നെസ് ആണോ എന്നുള്ളൊരു ഡൗട്ട് വരും. ഡൗട്ട് വരേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താണ് ആ പർട്ടിക്കുലർ സെയിൽസ് റെക്കോർഡ് ചെയ്തത് കറക്റ്റ് ആണോ എന്നതാണ് ഇവിടെ. ഒരു ഇൻവോയ്സ് ഉണ്ട്, അതിന്റെ സെയിൽസ് അക്കൗണ്ട് ചെയ്തേക്കുന്നത് കറക്റ്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് അസേർഷൻ ആണ് നമ്മൾ നോക്കുന്നത്? കംപ്ലീറ്റ്നെസ് അല്ല, നമ്മൾ അക്യുറസി അല്ലെങ്കിൽ മെഷർമെന്റ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ അസേർഷൻ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. ഇനി രണ്ടാമത്തെ, ആൻഡ് tedious adjustments for employee benefit expenses respectively. tedious adjustment, അതും എന്താണ് അക്യുറസിയെ ബേസ് ചെയ്തിട്ട് വരും, എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ മെഷർമെന്റ്. അപ്പം ഓപ്ഷൻ ഏതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ? മെഷർമെന്റ്. ആൻഡ് മെഷർമെന്റ് അസേർഷൻസ് ആണ് ഇവിടെ CAJ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ വേണം നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കാനായിട്ട്. നമുക്ക് അടുത്ത വേറൊരു ക്വസ്റ്റ്യനോട് നോക്കാം. ഇത് MTP1 September 2024 CA Raman instructed his article Raju to verify whether employee benefit expense of Prep Limited has been fairly allocated between the operating expense incurred in the production activities and general expense. Which of the following assertions is being addressed by this instruction? Assertion എന്താണെന്നാണ് ചോദ്യം. ഇവിടെ CA രാമൻ എന്ന് പറയുന്ന ആള് ആർട്ടിക്കിൾ രാജുവിന് ഒരു ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അസേർഷൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഇവിടെ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ഓഫ് പ്രെപ്പ് ലിമിറ്റഡ് ഫെയർലി എന്ത് ചെയ്തിട്ടുണ്ട്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഇൻകേർഡ് ഇൻ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയും ഓപ്പറേഷൻ എക്സ്പെൻസ് ഇൻകേർഡ് ഇൻ ജനറൽ എക്സ്പെൻസുമായിട്ട് ഫെയർലി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വെരിഫൈ ചെയ്യാനായിട്ടാണ് രാജുവിനെ ഏൽപ്പിച്ചേക്കുന്ന ജോലി. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏത് അസേർഷൻ ആണ്? അപ്പൊ നമ്മുടെ മനസ്സിൽ യെസ്, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് P&L ഐറ്റം ആണ്. അപ്പൊ നമ്മൾ ഡയറക്ട്ലി എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് എന്ന് ചിന്തിക്കുമ്പോൾ P&L ഐറ്റമിലോട്ട് കയറും. പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ട വേറൊരു ടേം ഉണ്ട്. ആ ടേം ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. ആക്ച്വലി ഫെയർലി അലോക്കേറ്റഡ് ബിറ്റ്വീൻ ദി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഫെയർലി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. എമൗണ്ട് അല്ല നമ്മൾ നോക്കുന്നത്, അത് കംപ്ലീറ്റ്ലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നല്ല നോക്കുന്നത്. ഇത് ഫെയർലി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? ഫെയർലി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കറക്റ്റ് അക്കൗണ്ട്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്പം ഡിസ്ക്ലോഷർ ആസ്പെക്ട് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. സോ ദി ആൻസർ ഈസ് ബി, പ്രസന്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ. അപ്പം ആ പർട്ടിക്കുലർ എക്സ്പെൻസ് ഫെയർലി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പൊ എന്താണ്? പ്രസന്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ ആണ് ഈ പർട്ടിക്കുലർ അസേർഷൻ. ഓക്കെ, സോ ഇങ്ങനെ വേണം ക്വസ്റ്റ്യൻ നോക്കാനായിട്ട്. നമുക്കൊരു 1-2 ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. The auditor has performed certain audit procedures described in case scenario relating to inventories of work in progress. Such procedures are related to verification of dash assertion. ഏതാന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് കേസ് സിനാരിയോ ഒന്ന് നമുക്ക് നോക്കാം. കേസ് സിനാരിയോ അല്ല, ഈ ഒരു പാർട്ടാണ് അവിടെ പറയുന്നത്. ഓക്കെ, ദി കമ്പനി ഹാസ് നോട്ട് പ്രോപ്പർലി അക്കൗണ്ടഡ് ഫോർ നെസസറി എലമെന്റ്സ് ഓഫ് കോസ്റ്റ് ഇൻ അറൈവിംഗ് അറ്റ് വർക്ക് ഇൻ പ്രോഗ്രസ്. Further estimates regarding various stages of productions have not been made appropriately. All such factors have resulted in overstatement of work in progress inventories by 20 lakhs. നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം മതി. All such factors have resulted in overstatement of work in progress inventories by 20 lakhs. അപ്പം അവർ റെക്കോർഡ് ചെയ്യേണ്ട പർട്ടിക്കുലർ എമൗണ്ടിനെ കാട്ടിലും 20 lakhs കൂടുതലായിരുന്നു.
അവർ പ്രോപ്പർലി അക്കൗണ്ട് ചെയ്തിട്ടില്ല, അത് വേറെ, അവർ നിൽക്കട്ടെ. അവർ റെക്കോർഡ് ചെയ്തേക്കുന്ന എമൗണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഓവർ സ്റ്റേറ്റഡ് ആണ് ബൈ 20 lakhs. അപ്പോൾ നമ്മുടെ ഇൻവെന്ററി എന്ന് പറയുമ്പോൾ ബാലൻസ് ഷീറ്റ് ഐറ്റം ആണ്. അപ്പോൾ നമ്മുടെ ഇവിടെ വേറെ എന്താണ് പ്രസന്റേഷൻ ഡിസ്ക്ലോഷറിനെ പറ്റിയിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഡയറക്ട്ലി ബാലൻസ് ഷീറ്റ് ഐറ്റം ആയിട്ട് തന്നെ അസ്യൂം ചെയ്യുന്നു, വേറെ ഡീറ്റെയിൽസ് അബൌട്ട് പ്രസന്റേഷൻ ഡിസ്ക്ലോഷർ പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് അനുമാനിക്കാം, വിച്ച് അസേർഷൻ ആണിത്? എമൗണ്ട് ഓവർ സ്റ്റേറ്റഡ് ആണ്. സോ കംപ്ലീറ്റ്നെസ്സിനെ പറ്റിയിട്ടല്ല, എമൗണ്ട് ഓവർ സ്റ്റേറ്റഡ് ആണ്. എക്സിസ്റ്റൻസിനെ പറ്റിയിട്ടല്ല, എമൗണ്ട് ഓവർ സ്റ്റേറ്റഡ് ആണ്. റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷനെ പറ്റിയിട്ടല്ല, എമൗണ്ട്സ് ഓവർ സ്റ്റേറ്റഡ് ആണ്. സോ വാല്യുവേഷൻ ആൻഡ് അലോക്കേഷൻ, വാല്യുവേഷൻ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ അസേർഷനെ പറ്റിയിട്ടാണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പ്രൊസീജിയറാണ് വാല്യുവേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ ആയിരിക്കും നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഏരിയ കൂടെ നമുക്ക് നോക്കാം, ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് MTP ഏപ്രിൽ 2021 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ മെയ് 2018 ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെയിം ദി അസേർഷൻ ഫോർ ദി ഫോളോയിങ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ഇയർ എൻഡ് ഇൻവെന്ററി വെരിഫിക്കേഷൻ. ഇൻവെന്ററി വെരിഫിക്കേഷൻ ഇയർ എൻഡിൽ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർ അക്കൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്ര ഇൻവെന്ററി എന്ന് പറഞ്ഞിട്ട്, അത് ആക്ച്വലി ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയർ എൻഡ് ഇൻവെന്ററി വെരിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി എന്താണ്? എക്സിസ്റ്റൻസ് ആണ്. ഇൻവെന്ററി ബാലൻസ് ഷീറ്റ് ഐറ്റം എക്സിസ്റ്റൻസ് ആണ് നമ്മളോട് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഡിപ്രിസിയേഷൻ ഹാസ് ബീൻ പ്രോപ്പർലി ചാർജ്ഡ് ഓൺ ഓൾ അസെറ്റ്. ഡിപ്രിസിയേഷൻ ഓൺ അസെറ്റ് ബാലൻസ് ഷീറ്റ് ഐറ്റം. അപ്പം എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? വാല്യുവേഷൻ. ഞാൻ നേരത്തെ ഓൾറെഡി എക്സാമ്പിൾ പറഞ്ഞാണ്, ബിൽഡിംഗ് ഡിപ്രിസിയേഷൻ കഴിഞ്ഞിട്ട് വരുന്ന എമൗണ്ട് ഒക്കെ വാല്യുവേഷൻ ആണ് നമ്മളോട് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, then title deeds of the lands disclosed in balance sheet are held in the name of the company. Title deeds, ബിൽഡിങ്ങിന്റെ ടൈറ്റിൽ ഡീഡ് ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തൊക്കെ, ആരുടെ പേരിലാണ് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, എൻറ്റിറ്റിയുടെ തന്നെയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ആണ് അവിടെ വരുന്നത്. ഓൾ ലൈബിലിറ്റീസ് ആർ പ്രോപ്പർലി റെക്കോർഡഡ് ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. എല്ലാ ലൈബിലിറ്റിയും പ്രോപ്പർലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ അവിടെ വരുന്ന അസേർഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നാണ്. കംപ്ലീറ്റ്നെസ് അസേർഷൻ ആണ് അവിടെ നമുക്ക് വരുന്നത്. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ആർ ഷോൺ പ്രോപ്പർലി. അപ്രോപ്രിയേറ്റ് ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ കാണിച്ചിട്ടുണ്ടെന്നുള്ളത് AS18 ആസ്പെക്ട് ആണ് ഇവിടെ വരുന്നത്. നമ്മൾ ഓഡിറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ SA 550 ആണ് ഇവിടെ വരുന്നത്. റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷേഴ്സ് അവിടെ തന്നെ ഉണ്ട്. എന്താണ്? പ്രസന്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ എന്ന് പറയുന്ന അസേർഷൻ ആണ് ഇവിടെ നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹോപ്പ് അസേർഷൻ എന്ന് പറയുന്ന ടോപ്പിക് ക്ലിയർ ആണ്. ആൻഡ് ഓൾസോ ദി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ രീതി എങ്ങനെയാണ്, ആ ക്വസ്റ്റ്യൻ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് ആസ്പെക്റ്റും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഹെൽപ്ഫുൾ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. So thank you. See you in the next video.